ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 150 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, ഒരു വലിയ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി ഏറ്റവും നല്ല എണ്ണ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് ഇഞ്ചിക്കറിക്ക്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വളരെ കനം കുറഞ്ഞാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കനം കുറഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞാൽ വേഗം ഇഞ്ചി നമുക്ക് ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് താമസം എടുക്കും ഇഞ്ചി ഫ്രൈ ആവുന്നതിന്. നമുക്ക് എണ്ണയിലതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന്. ഇപ്പം ഇഞ്ചിയുടെ കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയും തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കൂടെ ഇളക്കുന്നുണ്ട്, എന്നാലേ അത് ഒരേ രീതിയിൽ ഫ്രൈ ആയി വരത്തുള്ളൂ. നമ്മൾ ഇഞ്ചി ഒരു ബ്രൗൺ കളറാവുന്ന, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഇഞ്ചിയുടെ കളറ് ചേഞ്ചായി കംപ്ലീറ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ഇനി കൂടുതലിട്ട് നമ്മൾ എണ്ണയ്ക്കിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതേ എണ്ണയിൽ തന്നെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഫ്രൈ ചെയ്യുവാണ്. ചെറിയ ഉള്ളിയുടെയും കളറ് ചെറുതായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. കരിഞ്ഞു പോകാൻ വരരുത്. കരിഞ്ഞു പോയാൽ രുചി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പച്ചമുളകും ഫ്രൈ ആയിട്ട് വരുമ്പം ഞാൻ ഇവിടെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് അത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലോട്ട് അതിനെ മാറ്റാം. ഇതാണത് ഫ്രൈ ചെയ്തപ്പോഴുള്ള ലുക്ക്. ഇനി നമുക്ക് പൊടികളെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ആദ്യം നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വറ്റൽമുളകിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇടാം. വറ്റൽമുളകും കറിവേപ്പിലയും ഫ്രൈ ആവുന്നവരെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് അധികം എരിവ് കാണില്ല. ഇതെല്ലാം ബാക്കിയുള്ള ഉലുവാപ്പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഇളക്കി. ഞാനിവിടെ വളരെ ലോ ഫ്ലെയിമിലായിട്ടേക്കുന്നത്, കാരണം അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ എപ്പോഴും കുറച്ച് വെച്ചിട്ടേ എണ്ണയിലിട്ട് പൊടികളെല്ലാം വറുത്തെടുക്കാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നേരത്തെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയുടെയും പച്ചമുളകും കറിവേപ്പിലയുടെയും ആ ഒരു മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ് ഞാനിപ്പം. അത് ചേർത്ത് ഇട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വരട്ടണം. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്.
ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് പുളിയാണ്. ഒരു 1 ടീസ്പൂണോളം പുളി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. പിഴുപുളിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇവിടെ ലിക്വിഡ് ഫോമിൽ നമുക്ക് പുളി പിഴിഞ്ഞത് കിട്ടും. അത് ഞാനിവിടെ വാങ്ങിച്ച് വെക്കും. പിന്നെ കുറച്ചും കൂടെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ്സോളം ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാവുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഒരു ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓളം ഞാനിവിടെ ശർക്കര ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പം ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒരു എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നൊരു രുചിയായിരിക്കും ഇഞ്ചിക്കറിക്ക് ഉണ്ടാവുന്നത്. ഇനി അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അത് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ വിനാഗിരിയാണ് ഒഴിക്കാൻ പോകുന്നത്. വിനാഗിരി ഒരു ടീസ്പൂണോളം ഞാൻ വിനാഗിരി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി ഓണത്തിന് വിളമ്പാൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.